നമസ്കാരം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. ഇവിടെ 3 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് 9 ഓഫ് സോഡ്സ് ആണ്. Knight of Cups, 2 of Swords, 4 of Pentacles. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. നമ്മുടെ സ്പ്രെഡിൽ ആദ്യം വന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി സ്വാഭാവികമായും സ്നേഹവും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് നമുക്ക് ലഭിച്ച കാർഡ് 2 ഓഫ് സോഴ്സ് കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അവർ 2 ചിന്തകളിൽ അല്ലെങ്കിൽ 2 വ്യക്തികൾക്കിടയിൽപ്പെട്ട് കണ്ണുകൾ മൂടിക്കെട്ടിയതുപോലെ നിൽക്കുകയാണ് എന്നാണ്. എങ്ങോട്ട് തിരിയണമെന്ന്, എന്ത് തീരുമാനിക്കണം എടുക്കണമെന്നും അറിയാതെ അവർ സ്വയം ഒരു പ്രതിരോധം തീർത്തിരിക്കുകയാണ്. ഈ കാർഡ് വ്യക്തമാക്കുന്നത് അവർ മനഃപൂർവ്വം നിശബ്ദത പാലിക്കുന്നു എന്നതാണ്. നമ്മുടെ സ്പ്രെഡിൽ മൂന്നാമതായി കിട്ടിയത് 4 ഓഫ് പെൻഡക്കിൾസ് കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് അവർ തങ്ങളുടെ വികാരങ്ങൾ ഉള്ളിൽ തന്നെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്നാണ്. മറ്റാരുടെയോ സ്വാധീനം കൊണ്ട് അവർ ഒന്നിനോടും പ്രതികരിക്കാതെ, വികാരങ്ങൾ പുറത്ത് കാണിക്കാതെ പിടിച്ചു നിൽക്കുന്നു. സ്വന്തം സുരക്ഷിതത്വം മാത്രം നോക്കി അവർ മാറി ചിന്തിക്കാൻ ഭയപ്പെടുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ റീഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡാണ് 9 ഓഫ് സോഴ്സ് കാർഡ്. ഈ കാർഡാണ് നമുക്ക് ബോട്ടമായി കിട്ടിയിരിക്കുന്നത്. അവരുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ ശക്തമായ നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ മൂന്നാമത്തെ വ്യക്തി അവരിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും ഭയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഈ കാർഡ് പറയുന്നു. രാത്രികളിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട്. മറ്റൊരാളുടെ നെഗറ്റീവ് വാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ അവരെ മാനസികമായി തളർത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു മൂന്നാമതൊരാളുടെ നെഗറ്റീവ് എനർജിയും ഇടപെടലും കാരണം നിങ്ങളുടെ വ്യക്തി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും ഈ ബാഹ്യമായ നെഗറ്റിവിറ്റി കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ സ്വയം ഒരു മതിൽ കെട്ടി അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്നറിയാത്ത ഭയമാണ് അവരുടെ നിശബ്ദതയ്ക്ക് കാരണം. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.